ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി 30 ദിവസം നമുക്ക് നോമ്പ് വിശേഷങ്ങളാണ് പറയാണ്ടാവുക. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് അത്താഴമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം അത്താഴം മുതൽ 2-ാം അത്താഴം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ അത്താഴമാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പം ഞങ്ങളൊരു 3:45 ടൈം ആയപ്പോൾ എണീറ്റിട്ടാ. സാധാരണ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേന് എണീക്കും. കാരണം കിച്ചുവിന് രാവിലെ ഓഫീസിൽ പോകാൻ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും എണീക്കേണ്ടതാണ്. അപ്പോൾ എണീറ്റ് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സുബി നിസ്കാരം കാര്യങ്ങളും കഴിഞ്ഞ് കിച്ചു ഓഫീസിൽ പോയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ ഈ നിസ്കാരം കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കണേന്ന്. അപ്പോൾ കാണിക്കുന്നത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഞാനതൊന്നും കാണിക്കാറില്ല. അപ്പോൾ കാണിക്കാതായ മുമ്പ് കുറേ പേരായിട്ട് കമൻ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു നിസ്കാരമില്ലേ, കുളിയില്ലേ, ഓർത്തില്ലേ, പാട്ടില്ലേ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ എല്ലാത്തിലും കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് അതും കൂടി ഒന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ടൈം ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് ഇതാ കണ്ടില്ലേ മക്കളൊക്കെ എണീക്കുന്ന ടൈം ആയപ്പോഴാണ് പിന്നെ എണീറ്റ് 8:30-9 മണി ആയപ്പോഴാണ് പിന്നെ എണീറ്റത്. എണീറ്റ് കഴിഞ്ഞ് മക്കൾക്ക് പിന്നെ രാവിലെ ചായ കടിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അത്താഴത്തിന് എണീറ്റ് ഉണ്ടാക്കിയ ദോശയും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ നോമ്പായതുകൊണ്ട് കിച്ചുപ്പോൾ ഓഫീസിൽ നിന്ന് നേരത്തെ വരും കേട്ടോ. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുള്ള ബാപ്പി മക്കളും കൂടിയുള്ള അംഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. ഒരു റമദാൻ മാസമായിട്ട് സ്വന്തം വാപ്പാൻ ഇങ്ങനെ ഇട്ടിട്ട് തല്ലി പോത്താന് നിങ്ങൾക്ക് എങ്ങനെ പറ്റണേ? ഒരാളെന്തെങ്കിലും പറഞ്ഞ സംഘം ചേർന്ന് ആക്രമിക്കുക 3 കൂടി. ഇതുണ്ടായത് പപ്പ ബോധം പോയി പപ്പന്റെ എല്ലാരും കൂടി കാട്ടിട്ട് ഇക്കിളിയൊക്കെയല്ലൊന്നും നീക്കൂല. ബോധം പോയിക്കണ്. എനിക്ക് തോന്നുന്നു ബബുലുവിന്റെ കടിയിലാണ് ബോധം പോയതെന്ന്. ബബുലു കടിച്ചതിലാണ് ബോധം പോയത്. 18+18 അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. കണ്ട ലീനുവാണ് ഇപ്പൊ മുന്നിൽ നിക്കണേ. അങ്ങനെ എന്നത്തെയും പോലെ കിച്ചു ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ മക്കളും വാപ്പിയും ഞാനും കൂടിയിട്ടുള്ള കളിയും ചിരിയും വർത്താനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോത്തിന് നേരെ അവിടെ അസർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ അടുക്കളയിൽ കയറാത്തന്നല്ലേ. അടുക്കളയിൽ കയറാനായിട്ട് ഇവിടെ കാര്യമായിട്ടൊന്നും ബാക്കിയില്ല. കാരണം സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഇന്നിപ്പോൾ നോമ്പായതുകൊണ്ട് ഇന്നലെ രാത്രി പോയി സാധനം വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ കിച്ചുവിന് ഇന്നലെ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല തലവേദന ആയതുകൊണ്ട് ഇന്നലെ രാത്രി പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഇന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ടൈം കിടന്നപ്പോൾ അസർ ബാങ്ക് കൊടുക്കുകയും ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് മരുമസ്കാരം കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ജനലൊക്കെ നമ്മൾ കൊളക്കാട്ടിലെ പണ്ടത്തെ വീട് ഓർമ്മല്ലോ. പൊട്ടി റെഡിയൊക്കെ അതിൻ്റെ ഡിസൈൻ കിച്ചോടൊക്കെ പഴയതന്നെ അതൊക്കെ പൊട്ടിക്കണ്. ഇങ്ങനെ ഡിസൈൻ അങ്ങനെ ചെയ്തതാണ് പഴയ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട ആ ഭാഗം നോക്ക് പണ്ടത്തെ ഫീല് കണ്ടിട്ട് വേണ്ടിയിട്ടേ അതാണ് രസം. നല്ല വൈബല്ലേ? അപ്പോൾ ഞങ്ങൾ ഇവിടെ അൽക്കോർലൈനുള്ള അൽ അറബൽ മന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. പഴയ ഒരു വീടിൻ്റെ ഫീൽ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഞാനത് കയറി വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഏരിയാസ് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഒരുപാട് മന്തിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളത് മെനു കാർഡ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടേഴ്സായിട്ട് അവർ സൂപ്പും മട്ടനിലെ സൂപ്പും അതുപോലെ തന്നെ സാലാഡുമാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലിയറല്ലേ? ഉണ്ടോ ഓളൊക്കെ വെജിറ്റബിൾസൊക്കെ നല്ല കഴിക്കും. അതാ ഓളുണ്ടല്ലോ കഴിച്ചെന്നാല്. അങ്ങനെ ഞങ്ങൾ സൂപ്പൊക്കെ കുടിച്ച് അങ്ങനെ ഫോട്ടോ എടുത്തിരിക്കുന്ന ടൈം ആയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് എത്തിയിട്ടാ. നല്ല രസമായിരുന്നു കേട്ടോ. അവരിത് സെർവ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇവിടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ ഒരു കാലത്തേക്ക് പോയ പോലത്തെ ഒരു ഫീൽ. അധികം വിളിച്ചു കാര്യങ്ങളൊന്നും തൊട്ട് ഇല്ലാനും എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, ഒരു ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പോലെ കേട്ടോ. പിന്നെ അതുപോലെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നല്ല അടിപൊളിയിട്ട ഫുഡ്. നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കാണാതെയും കഴിക്കാത്തതായിട്ടുള്ള ഒരുപാട് റേസുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ അവർ ചേർന്ന ഈ ഒരു ചമ്മന്തി ചട്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ
നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസ് കയറിയിട്ടാ. അങ്ങനെ നല്ല രസമായിട്ട് ഫുഡൊക്കെ കഴിച്ച് മട്ടൻ സുർബിയാനാണ് കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് മട്ടനിൽ സുർബിയാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ കബാബ് റൈസ് കൂട്ടാം. മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഈ കബാബ് റൈസ്. ഉണ്ടെങ്കിൽ അധികം സ്പൈസി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റൈസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ റൈസാണ് ഈ സുർബിയാൻ റൈസിനൊക്കെ ഇഷ്ടമായത് ഈ ഒരു റൈസാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇവിടുത്തെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞി ക്ലാസ്സിൽ കുറച്ച് ചായയൊക്കെ കൊണ്ടുവന്നു തന്നു. അപ്പോൾ അതൊക്കെ പാടിയും കുടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മളെ സഫാരിയിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. നമുക്ക് നാളെ മുതൽ അടുക്കളയിൽ കയറണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ നോമ്പുതുറൊക്കെ കുശാലായിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അത്താഴത്തിന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിച്ചുവിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത് നല്ല അറബിക് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അത്താഴത്തിനുള്ള കാര്യം കുശാലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നതിൻ്റെ ശേഷം അറബിക് രീതിയിലുള്ള ഭക്ഷണം ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര്, പക്ഷേ ഞാൻ മറന്നുപോയി. എൻ്റെ കെട്ടിയവനോട് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പറയാം കുനാഫാന്ന്. അപ്പോൾ പിന്നെ ഇതാ സ്നാക്സ് ആണ് കേട്ടോ. നമ്മളെ ഉള്ളിവട പോലത്തെ എന്തോ ഒരു സാധനം, അതുപോലെ സമൂസ, വേറെ എന്തൊക്കെ. പിന്നെ ഇത് അരീസ, ഇത് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്തായും കുശാലായിട്ട് കഴിഞ്ഞ് സുഖമായിട്ട് നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞ് കിടന്നുറങ്ങാം. അങ്ങനെ പിന്നെ നിങ്ങളിത് കാണുന്ന സീന് അത്താഴത്തിന് കാണുന്നതാണ് കേട്ടോ. അത്താഴത്തിന് ഞാനൊരു 3:45 ടൈമിലായപ്പോൾ എണീറ്റ് പിന്നെ അരീസയും അതുപോലെ ഈ ഒരു പേരറിയാത്ത സാധനവും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച്. പിന്നെ ഇതിൻ്റെ പേര് പറഞ്ഞുതരാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മട്ടൻ്റെ വലിയ വലിയ പീസുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറിൽ ഇഷ്ടപ്പെട്ട പോലെ വലിയ വലിയ വെജിറ്റബിൾസിൻ്റെ പീസുകളും അതുപോലെ കിടക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. തൊലി കളഞ്ഞിട്ട് അതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ മക്രോണി ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കേരള സ്റ്റൈൽ മക്രോണി വെക്കുമല്ലോ, അത്യാവശ്യം മസാല ഒക്കെ ഇട്ടിട്ട് ആ രീതിയിലാണ് സംഭവം എന്ന് തോന്നുന്നത്. പക്ഷേ എനിക്ക് മക്രോണി അല്ല, പകരം ഒരു അപ്പാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കുത്തി കലക്കിയിട്ടുള്ള ഒരു സാധനം. പക്ഷേ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു. അത്യാവശ്യം എരും പുളിയുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിട്ടാണ്. നമ്മൾ മറ്റേ പിന്നെ അരീസ മുന്നേ കഴിച്ചിട്ടുള്ള കാരണം പ്രത്യേകിച്ച് എനിക്ക് അതിനെ വർണ്ണിക്കാനൊന്നുമില്ല. അതും എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം. അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ ചൂടാക്കി ടേബിളിൽ എത്തിച്ച് പിന്നെ ഒരു കാപ്പിച്ചീനോ ഉണ്ടാക്കി. ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കി ടേബിളിൽ ഇതാക്കി കിച്ചുവിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇരുന്ന് പോസ്റ്റ് ആവാൻ ബാങ്ക് കൊടുക്കാറായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അരമണിക്കൂറായി ബാത്റൂമിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കണതിൻ്റെ അരമണിക്കൂർ മുന്നെങ്കിലും മൂപ്പര് ടേബിളിൽ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മുന്നേ വിളിക്കണം. ഞാനിവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചെങ്ങായി എങ്ങനെ അത്താഴം വയ്ക്കുമായിരുന്നാണ് റബ്ബേ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചുള്ളത്, കിച്ചുവിന് നേരം വൈകി വന്നാലും ധാറിയുമ്പോഴത്തേന് തിന്നലാണ്ട് കഴിയൂട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഞാൻ പിന്നെ പോസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലങ്ങ് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. കാരണം എനിക്ക് അത്യാവശ്യം ടൈമിൽ വേണം തിന്നാൻ വേണ്ടിയിട്ട്. ആകെ വേണ്ടത് തിന്നാനാണ് ടൈം. കുറച്ചാണ് തിന്നാന്ന് വെച്ചാലും കുറേ ടൈം വേണം. കിച്ചുവിന് കുറേ തിന്നുകയാണെങ്കിൽ കുറച്ച് ടൈം മതി. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ എന്തായാലും കിച്ചു വരുമ്പോഴത്തേന് കിച്ചുവിന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരണം. ഇങ്ങനെ ഓഫീസിൽ പോകാനുള്ളതാണ് ഇനി. അപ്പോൾ നേരെ ചായ കുടിയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചൂട് കൂടിപ്പോയി. ഇത്രക്ക് ചൂടാവേണ്ടിയിരുന്നില്ല, കുറച്ച് ഓവറായില്ല. അടിപൊളി. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിലുണ്ടല്ലോ എല്ലും കോലൊക്കെ. രണ്ടും ചൂടാക്കിയത് കുറച്ച് കൂടിപ്പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാരി വലിച്ചിട്ട് തിന്നാനായിട്ട് പറ്റില്ല. അപ്പോൾ ടൈം എടുത്ത് അല്ലാന്നുണ്ടെങ്കിലും എനിക്ക് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത്യാവശ്യം ടൈം എടുത്ത് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ പച്ചവെള്ളമാണെങ്കിൽ കൂടി അതിൻ്റെതായ സമയത്ത് കഴിച്ചാലാണ് എനിക്കൊരു സുഖം കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കിച്ചുവിന് അങ്ങനെയല്ല കേട്ടോ. അത്താഴത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒറ്റക്കണ്ണ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കിച്ചുവിന് ഉറക്കം മുഖ്യം ബിഗില് എന്ന് പറഞ്ഞ പോലെയാണ് തീറ്റ. പക്ഷേ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുന്നിട്ട് കഴിച്ചാലാണ് എനിക്കൊരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോൾ അതിൻ്റെ കിച്ചു വന്ന് കിച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തണുത്ത് ഉറച്ചിട്ടുള്ള വരവാണ്. അപ്പോൾ അതാ നല്ല ചൂടുള്ള ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളത് വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അത്താഴം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് അത്താഴം ടു സെക്കൻഡ് അത്താഴം വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അത്താഴ വിശേഷങ്ങളും നോമ്പുതുറ വിശേഷങ്ങളൊക്കെ എന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അടുക്കളയിൽ കയറിയിട്ടുള്ള ഇവിടുത്തെ നോമ്പുതുറ വിശേഷങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ.